പതിറ്റാണ്ടുകൾ കൊണ്ട് ശക്തിപ്പെട്ടുവന്ന ഇന്ത്യ അമേരിക്ക ബന്ധത്തിന് തീ കൊടുത്ത് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതിന് 25% പിഴച്ചുങ്കം ചുമത്തിയതോടെ US-ലേക്കുള്ള കയറ്റുമതിക്ക് 50% വരെ നികുതി. വ്യക്തിപരമായ എന്ത് നഷ്ടമുണ്ടായാലും കർഷക താൽപര്യം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കയറ്റുമതി മേഖലയിൽ ഉത്കണ്ഠ. തുടർച്ചയായ 5ാം വർഷവും ശമ്പളം വാങ്ങാതെ ഇന്ത്യയിലെ അതിസമ്പന്നനും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ മുകേഷ് അംബാനി. ഒരു വേതനവും വേണ്ടെന്ന് കോവിഡ് കാലത്തെടുത്ത തീരുമാനം മാറ്റിയിട്ടില്ലെന്ന് കമ്പനിയുടെ വാർഷിക റിപ്പോർട്ട്. നേരത്തെ വാങ്ങിയിരുന്നത് 15 കോടി. 9 ലക്ഷം കോടി രൂപയുടെ സ്വത്തിനുടമയായ അംബാനിക്ക് എന്തിന് ശമ്പളം? ചോദ്യം ബാക്കി. സ്വർണം തീവിലയുടെ പുതിയ റെക്കോർഡിൽ. 5 ദിവസം കൊണ്ട് പവന് കൂടിയത് 2000 രൂപ. ഇന്ന് ഗ്രാമിന് 20 രൂപ കൂടി 9400. 5% പണിക്കൂലി കണക്കാക്കിയാൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ കയ്യിൽ വേണ്ടത് ശരാശരി 80,000 രൂപ. ഗൾഫ് വിപണി വിപുലമാക്കാൻ ടാറ്റയുടെ തനിഷ്ക്. അവിടെ 146 ഷോറൂമുള്ള ദമാസ് ജുവലറിയുടെ 2/3 ഓഹരി ടൈറ്റൻ ഹോൾഡിംഗ്സ് സ്വന്തമാക്കി. ഗൾഫിലെ കേരള ബ്രാൻഡുകൾ കൂടുതൽ മത്സരത്തിലേക്ക്. IT രംഗത്ത് ട്രംപ് ഉണ്ടാക്കിയ അങ്കലാപ്പുകൾക്കിടയിലും ടാറ്റ കൺസൾട്ടൻസി സർവീസസിലെ 4.5 ലക്ഷം വരുന്ന ജീവനക്കാർക്ക് സെപ്റ്റംബർ 1 മുതൽ ശമ്പള വർധന 8% വരെയെന്ന് സൂചന. 12,000 പേരെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് ഇത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.